നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ സന്തോഷകരമായുള്ളൊരു വാർത്ത പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തി, അദ്ദേഹം നാളെ ഔട്ടായിരിക്കുന്നു. ആരാണ് ആൾ? മസ്താനി കാരണം ആണ് ആ ആളെ നമ്മൾ തിരിച്ചറിയുന്നത്. മസ്താനി വന്ന് മസ്താനിനെ പിടിച്ചു എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് ഉണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മസ്താനി വന്നുമില്ല, മസ്താനിനെ അങ്ങനെ ഈ ആൾ പിടിക്കാൻ കാരണം തന്നെ തട്ടി തടഞ്ഞ് വീണ കാരണമാണ്. അന്ന് അങ്ങനെ വീണില്ലെങ്കിൽ ഈ മനുഷ്യനെ നമ്മൾ കാണുകയില്ല. അന്ന് വന്നോട് കൂടിയിട്ട് കുറച്ച് വോട്ട് കിട്ടി, തട്ടിപ്പിൽ തരികടയിൽ മത്തങ്ങയിൽ ഇയാളവിടെ പിടിച്ചു നിന്നു. ഇയാൾ വന്ന വഴിക്ക് തന്നെ കിച്ചണിലാണ് ചെന്നത്. അതുകൊണ്ട് കിച്ചണിലെ വലിയ പാചകക്കാരനാണ്, വലിയ രാജാവാന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ ഇയാളുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ്. ഇയാൾ തനി വിഷമായിട്ട് മാറുകയും ചെയ്തത്. അതിന് കൂട്ടുകിട്ടി വേറൊരു വിഷത്തിനെ കിട്ടി, അഭിലാഷ്. അതിന് കൂട്ടുകിട്ടിയ വേറൊരു കുത്തിത്തിരിപ്പുകാരി, ചൈന ഡോക്ടർ. ഇവർ 3 പേരും കൂടിയിട്ട് അവൻ്റെ ഉള്ളിൽ വലിയ കളി കണ്ടു നടത്തി. എല്ലാവരും കുറ്റം പറയുക, എല്ലാവരും കുശുമ്പ് പറയുക, തലക്കനം, അഹങ്കാരം, ഇതെല്ലാം ഇവരെ കയ്യിൽ നിന്ന് പോയതുള്ളൂ. അങ്ങനെ എന്തുണ്ടായി? അഭിലാഷിനെ എല്ലാവരും കൂടി പ്രേക്ഷകരൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ ഈ വിഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നു. അപ്പോൾ ഈ ആഴ്ച ആ വിഷം പോയി. എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, നമസ്കാരം. ഈ വിഷത്തിനെടുത്ത് കളഞ്ഞത്. ഇന്നലെ വീട്ടുകാർ വന്നിട്ട് ഗംഭീര പെർഫോമൻസ് നടന്ന്, എയർപോർട്ടിൽ വന്നിട്ട് എന്താ തള്ളൽ, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്താ തള്ളൽ. അവൻ്റെ അമ്മമാരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ അഹങ്കാരം കണ്ടിട്ടുണ്ടെങ്കിലോ, മകൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ചന്ദ്രനിൽ നിന്ന് പോയിട്ട് അവിടെ ഗവേഷണം നടത്തി തിരിച്ച് വരണ പോലെ വലിയ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വന്ന 10 ദിവസം 20 ദിവസം 30 ദിവസം നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവർക്കൊക്കെ മക്കൾ എല്ലാം തികഞ്ഞവനായി, മമ്മൂട്ടി മോഹൻലാൽ പോലെ ആയി മക്കൾ എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചിട്ടാണ് ഈ തള്ളൽ മുഴുവൻ നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് അതിനെ പുറത്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും കൂടിയിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഒരുമിച്ച് പോകായിരുന്നു. വീട്ടുകാർ വീട്ടിലെത്തിയതിന് ശേഷം ഇതിനെ പിടിച്ച് പുറത്താക്കിയത്. ഒനിയിലാണ് പുറത്ത് ആയത്. എന്തായാലും നന്നായില്ലേ? ഈ പഹയനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടിയും വെച്ചിട്ട് ഒരു വസ്തു ചെയ്യാനും പറ്റില്ല. വല്ലപ്പോഴും മാത്രം വായ തുറക്കുള്ളൂ. കുത്തിത്തിരിപ്പിന് മാത്രമാണ് മൂപ്പർക്ക് പണിയുള്ളത്. മത്താനീനെ പിടിച്ച കാരണം മൂപ്പരെ 4 ആൾ അറിഞ്ഞു. എന്തായാലും സമാധാനമായി. ആ വ്യക്തി പുറത്തു പോയി. എല്ലാവരും സാബ് മേൻ ഔട്ടാവും എന്ന് പറഞ്ഞിരുന്നു. സാബ് മേൻ വെറുതെ ഇരുന്നാലും സാബ് മേന് ഓട്ടണം, കൈ നിറച്ച് ഓട്ടണം സാബ് മേന് പിന്നെ സുഖമല്ലേ, വെറുതെ ഇരിക്കാൻ നല്ലത്. അവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ സേവ് ചെയ്തോളും. സാബ് മേൻ എന്ത് ചെയ്തിട്ടാ അന്ന് മുതൽ വായ അടച്ചിരിക്കുന്നതാ, ചെറ്റ നാറി. അവന് നല്ല വോട്ടിങ്ങാണ്. ഈ ആഴ്ചയിൽ ഔട്ടാവില്ല. അപ്പോൾ ഇത് ഈ ഒനിയിൽ ഔട്ടാവണ എപ്പിസോഡ് നമുക്ക് നാളെ കാണാൻ പറ്റുള്ളൂ, ഇന്ന് കാണാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ചന് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിങ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് ബിഗ് ബോസ് തുടങ്ങിയിരിക്കുക. അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്ന ഒരേ ടീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെള്ളിയാഴ്ചയ്ക്ക് ആക്കിയത്. ഇപ്പോൾ അവിടെ ഇവനെ പിടിച്ച് പുറത്താക്കി. ഇനി ഇത് ശനിയാഴ്ച കാണും. ഞായറാഴ്ചന് ഒരാളും കൂടി ഔട്ടാവാനുണ്ട്. ഔട്ടാവാനുള്ളതിൻ്റെ ലിസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നെവിൻ, ആദില, ഇവരൊക്കെ ആ ലിസ്റ്റിലുണ്ട്. ഇനിയിപ്പോൾ അതിൽ ആരാണ് ഔട്ടാവാന്ന് പറയാൻ പറ്റില്ല. നെവിൻ, ആദില, അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്. ആൾക്ക് സാബുമേനാണ്. ആൾക്ക് സാധ്യത കുറവാണ്. ആൾക്ക് പദം പറയാത്തത്. ആൾ നല്ല വോട്ടിങ്ങിൽ നല്ല മൈലേജിൽ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായില്ലേ? ഈ ഒരു വേഷത്തിനെയും കൂടി നമുക്ക് ഒരു വേഷത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞയച്ചു. ഈ വേഷത്തിനും കൂടി നമ്മൾ പറഞ്ഞയച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇനി വേണം ചൈന ഡോക്ടറെ നിന്ന് ഓടിക്കാനായിട്ട്. 3 ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് പറയാൻ വന്ന ചൈന ഡോക്ടർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഗുളികയുടെ പേര് പറഞ്ഞാൽ ചൈന ഡോക്ടർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഭർത്താവും വന്ന് ബിഗ് ബോസിൽ വല്ല പിടിപാടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഭർത്താവും കൂടി ബിഗ് ബോസിൽ വന്നിട്ട് 3 ദിവസം ഹണിമൂൺ ആഘോഷിച്ച് ഭർത്താവ് പോയി. ബിഗ് ബോസ് അതിനൊക്കെ ആരിക്കോരി ചിലവാക്കി. ഭർത്താവിന് 3 നേരം തീറ്റയും കൊടുത്ത് ഒരു ബെഡിൻ്റെ ഉള്ളിൽ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് സുഖിച്ച് അവർ ഊട്ടിയിൽ ഇത് ടൂർ പോയ പോലെ നടന്നു. അപ്പോൾ അതിനൊക്കെ ബിഗ് ബോസിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാ സീസണിലും എല്ലാവരും ഭർത്താക്കന്മാർ വന്നിട്ട് എല്ലാവരും ഹണിമൂൺ ഇവിടെ ആഘോഷിക്കട്ടെ. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ട് നമ്മൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.